ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠം ഏകദേശം അവസാനിപ്പിച്ചു. നമ്മൾ ഇന്ന് പോകുന്നത് രണ്ടാമത്തെ പാഠത്തിലേക്കാണ്, പുതിയ പാഠത്തിലേക്കാണ്. സോ ഓക്കെ, നമ്മൾ തുടങ്ങുന്ന രണ്ടാമത്തെ പാഠം കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്, അതായത് രാജാക്കന്മാർ, കർഷകർ, അതുപോലെ നഗരങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങൾ. നമ്മളൊരു പുതിയ പാഠത്തിലേക്ക് പോകുന്നത് കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ എന്താ പഠിച്ചത്? ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരായ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഒന്നാമത്തെ പാഠത്തിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടായിരിക്കാം. അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചും, ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി, ഡ്രെയിനേജ് പോലുള്ള ഫീച്ചേഴ്സ്, അവിടെ സബ്സ്റ്റൻസ് പാറ്റേൺസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അവിടെ സോഷ്യൽ ഡിഫറൻസ്, അതേപോലെ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്, പിന്നെ സീൽസ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, എനിഗ്മാറ്റിക് സ്ക്രിപ്റ്റ്. അപ്പോൾ അതുപോലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അവരുടെ തകർച്ചയ്ക്കുള്ള കാരണം ഡിക്ലൈൻ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. നമുക്കതെല്ലാം കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു പുതിയ പാഠത്തിലേക്കാണ്. അപ്പോൾ ഹരപ്പൻ സിവിലൈസേഷൻ അവസാനിച്ചതിന് ശേഷം ഒരു 1500 വർഷം മാറുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായത്. ഈ കാലഘട്ടത്തിലാണ് ഋഗ്വേദം പോലെയുള്ള വേദങ്ങൾ രചിക്കപ്പെടുകയും അതുപോലെ ജൈന, ബുദ്ധ മതങ്ങൾ ആരംഭിക്കുകയും ചെയ്തതെല്ലാം ഇതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പാഠത്തെക്കുറിച്ച് ബേസിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ എംപയർ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് എത്തുന്നത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് പ്രിൻസിപ്പ് ആൻഡ് പിയദശി എന്നതിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലിപിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം. മലയാളം അല്ല, അങ്ങനെ ഒരുപാട് ലിപി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വേദിക കാലഘട്ടം അല്ല, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലായി ഉപയോഗിച്ച ഭാഷയെക്കുറിച്ച് പറഞ്ഞാൽ ബ്രഹ്മി, ഖരോഷ്ടി പോലെയുള്ള സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ലിപിയാണ് അവർ ഉപയോഗിച്ചത്. ബ്രഹ്മി, ഖരോഷ്ടി ലിപിയാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. അവിടെ നമുക്ക് 2 മാർക്ക് അല്ലെങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ പല ഇൻസ്ക്രിപ്ഷൻസ് പരിശോധിക്കുമ്പോൾ, പല ശിലാലിഖിതങ്ങൾ അല്ലെങ്കിൽ കൊത്ത് ലിഖിതങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലിപിയായിരുന്നു ബ്രഹ്മി, ഖരോഷ്ടി എന്നിവ. ബ്രഹ്മിയും ഖരോഷ്ടിയും. അപ്പോൾ ആദ്യകാലം മുതൽക്കേ ഈ ലിപി വായിച്ചെടുക്കുന്നതിന് വേണ്ടി പല പ്രമുഖരായ ആൾക്കാർ എന്ത് ചെയ്യുകയുണ്ടായി, ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അവർക്കാർക്ക് എന്ത് ചെയ്തില്ല, അതിന് സാധിച്ചില്ല. അപ്പോൾ ആദ്യകാലം മുതൽക്കേ പറയുമ്പോൾ അറിഞ്ഞു പോയാൽ മാത്രം മതി. പല ഇൻസ്ക്രിപ്ഷൻസ് പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതലും കാണാൻ സാധിക്കുന്ന സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലിപി ഏതായിരുന്നു? ബ്രഹ്മി, ഖരോഷ്ടി എന്നിവയായിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ ഒരുപാടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് പ്രിൻസിപ്പ് എന്ത് ചെയ്യുകയുണ്ടായി, ഈ ലിപി അല്ലെങ്കിൽ ബ്രഹ്മി, ഖരോഷ്ടി ലിപി എന്നിവ വായിച്ച് മനസ്സിലാക്കുകയുണ്ടായി. നമുക്ക് ഫസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ബ്രഹ്മി, ഖരോഷ്ടി ലിപി ആദ്യമേ വായിച്ച് മനസ്സിലാക്കിയത് ആരായിരുന്നു? ജെയിംസ് പ്രിൻസിപ്പ് ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന, ഒരു ഓഫീസറായിരുന്ന ജെയിംസ് പ്രിൻസിപ്പാണ് എന്ത് ചെയ്തത്, ഈ ലിപി ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കൊത്തു ലിഖിതങ്ങൾ അല്ലെങ്കിൽ ശിലാലിഖിതങ്ങളിലെ ലിപി വായിച്ചപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായി കാണാൻ സാധിച്ചൊരു കാര്യം, അതിൽ കൂടുതലായി മെൻഷൻ ചെയ്തു പോകുന്നത് പിയദശി എന്നറിയപ്പെടുന്ന റൂളറിനെ കുറിച്ചാണ്. ആരായിരുന്നു? പിയദശി. അപ്പോൾ ഈ പറഞ്ഞ ബ്രഹ്മി, ഖരോഷ്ടി ലിപി ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ കൂടുതലായും പറയപ്പെടുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? പിയദശി എന്നറിയപ്പെടുന്ന ഒരു റൂളറിനെ കുറിച്ചാണ് അതിൽ കൂടുതലായും പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുണ്ടായി, ഈ ജെയിംസ് പ്രിൻസിപ്പ് ആ കാലഘട്ടത്തിൽ പല ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ് ടെക്സ്റ്റ്, പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പിയദശി എന്നറിയപ്പെട്ട ഭരണാധികാരി ആരായിരുന്നു? അശോകൻ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് 2 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബ്രഹ്മി, ഖരോഷ്ടി ലിപി ആ സ്ക്രിപ്റ്റ് ആദ്യമായി വായിച്ച് മനസ്സിലാക്കിയത് ആരാ? ജെയിംസ് പ്രിൻസിപ്പ്. ആരായിരുന്നു? ജെയിംസ് പ്രിൻസിപ്പ്. ജെയിംസ് പ്രിൻസിപ്പാണ് ആ ലിപി ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം അത് കൂടുതലായി വായിച്ചപ്പോൾ അതിൽ കൂടുതലായും പറയപ്പെട്ടിരുന്നത് ആരെക്കുറിച്ചാണ്? പിയദശി എന്നറിയപ്പെടുന്നൊരു ഭരണാധികാരിയെക്കുറിച്ചാണ്. ആരായിരുന്നു? പിയദശി. അപ്പോൾ അന്നത്തെ പല ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പിയദശി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? പ്രധാനപ്പെട്ട മൗര്യ റൂളറായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്ന അശോകനായിരുന്നു ആര്? പിയദശി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ദി ഏർലിയസ്റ്റ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ആദ്യകാല നഗര രാഷ്ട്രങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് BC 6-ാം നൂറ്റാണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായി. BC 6-ാം നൂറ്റാണ്ടിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ
എവിടെ ഉണ്ടായി? ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായി. എന്തൊക്കെയായിരുന്നു? നിസ്സാറിന് പോയാൽ മാത്രം മതി. ഫസ്റ്റ് വൺ, ദ റൈസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല നഗര രാഷ്ട്രങ്ങളുടെ ഉദയം. ഫസ്റ്റ് ദ റൈസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല നഗര രാഷ്ട്രങ്ങളുടെ ഉദയം. ഈ സമയത്താണ് ജനപദങ്ങൾ ആരംഭിച്ചത്. നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമ്മൾ എന്താണെന്നോ ഫസ്റ്റ് ദ റൈസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നഗര രാഷ്ട്രങ്ങളുടെ ഉദയം ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. പുതിയ ഒരുപാട് ജനപദങ്ങൾ, മഹാജനപദങ്ങൾ ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു. ഒന്ന്. രണ്ടാമത്തേത് റൈസ് ഓഫ് സിറ്റീസ് ആൻഡ് ടൗൺസ്, പുതിയ ഒരുപാട് നഗരങ്ങളും പട്ടണങ്ങളും ഉയർന്നു വന്നത് ഏത് കാലഘട്ടത്തിലാണ്? 6-ാം നൂറ്റാണ്ടിലാണ്. ദ റൈസ് ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ്, പുതിയ നഗരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പട്ടണങ്ങളായിക്കോട്ടെ, അത് ഉയർന്നു വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലായിരുന്നു. തേർഡ് വൺ, ദ ഗ്രോയിങ് യൂസ് ഓഫ് അയൺ, ഇരുമ്പിൻ്റെ വർദ്ധിച്ച ഉപയോഗം. അപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചപ്പോഴൊന്നും അവിടെ എന്തെങ്കിലും ഹരപ്പൻ ജനങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇരുമ്പിനെക്കുറിച്ചുള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ BC 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് എന്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അയണിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദ ഗ്രോയിങ് യൂസ് ഓഫ് അയൺ, അവർ ഒരുപാടായി എന്ത് ഉപയോഗിച്ചു? അയൺ ഉപയോഗിക്കുകയും ചെയ്തു. അയൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് കാടുകളൊക്കെ വെട്ടി തെളിക്കുവാനും ആ പ്രദേശങ്ങളിലേക്ക് കൃഷി ഇറക്കുവാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുകയും ചെയ്തിരുന്നു. ഫോർത്ത് വൺ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോയിനേജ്, നാണയ വ്യവസ്ഥയുടെ വികാസം ഉണ്ടായി. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ കച്ചവടങ്ങൾക്ക് വേണ്ടി അവർ നമ്മൾ കഴിഞ്ഞ പറഞ്ഞാണ് നമ്മൾ കൂടുതലായി സീൽസ് അല്ലെങ്കിൽ മുദ്രകളാണ് കൂടുതലായി ഉപയോഗിച്ചത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ ആ സീൽസിന് പകരം കോയിനേജ് ആരംഭിച്ചു, നാണയ വ്യവസ്ഥ എന്ത് ചെയ്യുകയുണ്ടായി? ആരംഭിച്ചു. കാരണം കച്ചവടങ്ങൾക്ക് വേണ്ടി അവരെന്ത് ആരംഭിക്കുകയും ചെയ്തു? കോയിനേജ് അല്ലെങ്കിൽ നാണയങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ഫൈനലി ഗ്രോത്ത് ഓഫ് സെവറൽ സിസ്റ്റം ഓഫ് തോട്ട്, പുതിയ ചിന്താധാരകൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. എക്സാമ്പിളാണ് ജൈനിസവും ബുദ്ധിസവും. പുതിയ തോട്ട് അല്ലെങ്കിൽ ചിന്താ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ മതങ്ങളുടെ ഒരു ഉൽപ്പത്തി കാലഘട്ടത്തിന് സാക്ഷ്യം വയ്ക്കുകയുണ്ടായി. എക്സാമ്പിൾ ആയിരുന്നു ബുദ്ധിസവും ജൈനിസവും. ഇത് കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ പറഞ്ഞു വന്ന കാര്യം 6-ാം നൂറ്റാണ്ടിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ദ റൈസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല നഗര രാഷ്ട്രങ്ങളുടെ ഉദയം ഉണ്ടായിട്ടുണ്ട്. റൈസ് ഓഫ് സിറ്റീസ് ആൻഡ് ടൗൺസ്, പുതിയ പട്ടണങ്ങളും നഗരങ്ങളും എന്ത് ചെയ്യുകയുണ്ടായി? ഉയർന്നു വരികയുണ്ടായി. ദ ഗ്രോയിങ് യൂസ് ഓഫ് അയൺ, ഇരുമ്പിൻ്റെ വർദ്ധിച്ച ഉപയോഗം എന്ത് ചെയ്യുകയുണ്ടായി? ആരംഭിക്കുകയുണ്ടായി. ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോയിനേജ്, നാണയ വ്യവസ്ഥ വികാസം പ്രാപിക്കുകയുണ്ടായി. ഫൈനലി ഗ്രോത്ത് ഓഫ് സെവറൽ സിസ്റ്റം ഓഫ് തോട്ട്, പുതിയ ചിന്താ പദ്ധതികൾ ചിന്താധാരകൾ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ഗോകുൽ ഓക്കെ, നമ്മൾ നേരെ പോകുന്ന ഒരു വ്യത്യസ്ത ഏരിയയിലേക്കാണ് മഹാജനപദാസ്. എന്തായിരുന്നു മഹാജനപദാസ്? അപ്പോൾ മഹാജനപദാസിന് മുന്നേ നമ്മൾ ആദ്യം അറിയാനുള്ള ജനപദാസ് എന്താണെന്ന് അറിയണം. ആദ്യം അറിയാനുള്ള ജനപദങ്ങൾ എന്താണെന്ന് ടെക്സ്റ്റിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ഒരു സ്പെഷ്യൽ ജോഗ്രഫിക്കൽ ഏരിയയിൽ, പ്രത്യേക ഭൂമിശാസ്ത്രമായ പ്രദേശത്ത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇത് ജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രമായ പ്രദേശം എടുക്കുമ്പോൾ അത്തരം പ്രദേശത്ത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു ജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ജനപദങ്ങളിൽ 16 വളർന്ന് മഹാജനപദങ്ങളായി മാറി. അപ്പോൾ ജനപദങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നതിൽ 16 ജനപദങ്ങൾ വളർന്ന് എന്തായി മാറി? മഹാജനപദങ്ങളായി മാറുകയും ചെയ്തു. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഫസ്റ്റ് ജനപദാസ് ആണ്. ജനപദാസ് എന്താണ്? ഒരു സ്പെഷ്യൽ ജോഗ്രഫിക്കൽ ഏരിയയിൽ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പീപ്പിൾസിലെ ജനങ്ങളെയാണ് നമ്മൾ ജനപദാസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ ജനപദാസ് എന്ത് ചെയ്യുകയുണ്ടായി? 16 വളരുകയും മഹാജനപദാസായി മാറുകയും ചെയ്തു. ഈ ജനപദാസിൽ അല്ലെങ്കിൽ മഹാജനപദാസിൽ 2 രീതിയിലുള്ള റൂളിംഗ് ഉണ്ടായിരുന്നു. ഒന്നാമത്തത് മൊണാർക്കി, രണ്ടാമത്തത് ഒളിഗാർക്കി അല്ലെങ്കിൽ ഗണസംഘ. നമ്മളീ പറഞ്ഞ 16 മഹാജനപദങ്ങളിൽ ചില ജനപദങ്ങളിൽ നിലനിന്ന ഭരണരീതി എന്തായിരുന്നു? മൊണാർക്കി അല്ലെങ്കിൽ രാജവാഴ്ചയായിരുന്നു. ഇപ്പോൾ രാജവാഴ്ച നമുക്ക് അറിയാവുന്ന എന്താ? എല്ലാത്തിൻ്റെ അധികാരം ആരിലായിരിക്കും? രാജാവിലായിരിക്കും. അപ്പോൾ അതായിരുന്നു മൊണാർക്കി. അപ്പം നമ്മളീ പറഞ്ഞ 16 മഹാജനപദങ്ങളിൽ ചില ജനപദങ്ങളിൽ നിലനിന്നിരുന്നത് എന്തായിരുന്നു? മൊണാർക്കി ആയിരുന്നു. എന്നാൽ അതേ സമയത്ത് ചില ജനപദങ്ങളിൽ നിന്നത് ഗണസംഘാസ് ആയിരുന്നു. ഗണസംഘാസ് മീൻസ് അല്ലെങ്കിൽ ഒളിഗാർക്കിയാണ്. അതായത് ഏതെങ്കിലും
കുറച്ച് വ്യക്തികളിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതാണ് ഏതോ ഒളിഗാർക്കി അല്ലെങ്കിൽ ഗണസംഘാസ്. അവിടെ ഒരു വ്യക്തിയല്ല, രാജാവല്ല, മറിച്ച് ഒരു കൂട്ടം ആൾക്കാർക്കിടയിൽ അധികാരം പവർ ഡിവൈഡ് ചെയ്ത് പോകുന്ന അറിയപ്പെടുന്നതാണ് ഗണസംഘാസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മഹാജനപാസിൽ 2 രീതിയിലുള്ള റൂളിങ്സ് ഉണ്ടായിരുന്നു. മൊണാർക്കി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗണസംഘാസ് ഉണ്ടായിരുന്നു. രാജവാഴ്ച ഉണ്ടായിരുന്നു, ഗണസംഘങ്ങളുടെ ഭരണവും ഉണ്ടായിരുന്നു. ഇനി അവർക്ക് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ആർമി ഉണ്ടായിരുന്നു. ശക്തമായിട്ടുള്ളൊരു സൈന്യം ആർക്കുണ്ടായിരുന്നു? ഈ മഹാജനാസിന് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിൽ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടി ബ്യൂറോക്രാറ്റ്സ് ഉദ്യോഗസ്ഥന്മാരും ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു സ്ട്രോങ് ഒരു വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ആർമി, ഒരു സ്റ്റാൻഡിങ് ആർമി ആർക്കുണ്ടായിരുന്നു? ഈ മഹാജനാസിനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ദ മെയിൻറ്റെയിൻ എ ബ്യൂറോക്രാറ്റ്സ് അവരെന്ത് ചെയ്യുണ്ടായി? ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ എന്ത് ചെയ്യുണ്ടായി? ദേ മെയിൻറ്റെയിൻ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അവരെന്ത് ചെയ്യുണ്ടായി? നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇതാണ് ഏതാ മഹാജനപദ സഭയിൽ അറിയപ്പെടുന്നത്. ഇനി ടെക്സ്റ്റിനകത്ത് 16 മഹാജനപദങ്ങളുടെ പേര് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു 8 പേരെങ്കിലും പഠിച്ചിരുന്നാൽ മതി. ഏതൊക്കെയാണിത്? അംഗ, മഗധ, വജ്ജി, മല്ല, കാശി, കോസല, അതുപോലെ വത്സ്യ, ചേതി, കുരു, പാഞ്ചാല, സുരസേന, മത്സ്യ, അവന്തി, അശ്മക, ഗാന്ധാര, കമ്പോജ. 16 പറയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 8 പഠിച്ചാൽ മതി. എല്ലാം പഠിക്കണമെന്നില്ല. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മിക്കവാറും മേപ്പിനകത്താണ് ചോദിച്ച് കാണുന്നത്. അത് ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒരു 8 പേര് മാത്രം പഠിച്ചാൽ മതി. മേപ്പിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനൊക്കെ പിന്നെ നിങ്ങൾക്ക് തരാം. എത്രയേ ഉള്ളൂ. ഏതാ മഹാജനപദാസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം നമുക്ക്. ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ജനപദങ്ങളല്ല 16 വളരുകയും എന്തായി മാറുകയും ചെയ്തു? മഹാജനപദങ്ങളായി മാറുകയും ചെയ്തു. ഇനി ആ മഹാജനപദങ്ങളിൽ 2 രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തത് മൊണാർക്കി രാജവാഴ്ചയും, മറ്റത് ഗണസംഘാസ് അല്ലെങ്കിൽ വ്യക്തികളുടെ ഭരണവും ആയിരുന്നു. ഇനി ഒരു സ്റ്റാൻഡിങ് ആർമി, ശക്തമായിട്ടുള്ളൊരു സൈന്യം അവരെന്ത് ചെയ്യുണ്ടായി? നിലനിർത്തിയിരുന്നു. അതേപോലെ തന്നെയാണ് വെൽ ഓർഗനൈസ്ഡ് ബ്യൂറോക്രാറ്റ്സ്, ഒരു ശക്തമായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥ വൃന്ദവും അന്ന് ഈ പറഞ്ഞ മഹാജനപദങ്ങൾ നിലനിന്നിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ജനപദങ്ങളുടെ പേര് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 16 ജനപദങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഈ 16 മഹാജനപദങ്ങളിൽ ആദ്യമായിട്ട് ഈ 16 ജനപദങ്ങൾ ബാക്കിയുള്ള ജനപദങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ സാധിച്ച ഒരു ജനപദമുണ്ട്. ഏതായിരുന്നു? മഗധ. അതാണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ജനപദങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മഹാജനപദമായി മാറുവാൻ മഗധയ്ക്ക് സാധിച്ചത്? അപ്പം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എമംഗ് 16 16 ഫസ്റ്റ് ആയി മാറി ഏറ്റവും ടോപ്പിലേക്ക് എത്തുവാൻ മഗധയ്ക്ക് സാധിച്ചു. എന്തുകൊണ്ട്? മഗധ ഇന്ത്യയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രദേശമായി മാറുവാൻ സഹായിച്ച റീസൺ ഉണ്ട്. എന്തൊക്കെയായിരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്രയും ബാക്കിയുള്ള ജനപദങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ജനപദമായി മാറുവാൻ മഗധയ്ക്ക് സാധിച്ചത്? ഫസ്റ്റ് പോയിന്റ്, മഗധ എങ്ങനെയുള്ള പ്രദേശമായിരുന്നു? വളരെ ഫലഭൂഷ്ടമായിട്ടുള്ളൊരു പ്രദേശമാണ്. വളരെ ഫെർട്ടൈൽ റീജിയൻ, വളരെ ഫലഭൂഷ്ടമായ പ്രദേശമായിരുന്നു ഏതോ മഗധ. അതുകൊണ്ട് തന്നെ അലുവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം എവിടെ ഉണ്ടായിരുന്നു? മഗധയിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചു. ഫസ്റ്റ് പോയിന്റ് എന്താ? മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ. മഗധ വളരെ ഫലഭൂഷ്ടമായ പ്രദേശമായിരുന്നു. എസ്പെഷ്യലി അലുവൽ സോയിലിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഏതിൻ്റെ കാര്യത്തിലാണ്? എക്കൽ മണ്ണിൻ്റെ കാര്യത്തിൽ വളരെയധികം സമ്പുഷ്ടമായിരുന്നു ഏത്? മഗധ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ ഫലഭൂഷ്ടമായ മണ്ണ് ഇളക്കി മറിച്ചുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ കൃഷി ആരംഭിക്കാൻ സാധിച്ചു. അങ്ങനെ വന്നപ്പോൾ കൃഷിയിൽ ഒരുപാട് പുരോഗതി എവിടെ ഉണ്ടായി? മഗധയിൽ ഉണ്ടാകുകയും ചെയ്തു. രണ്ടാമത്തതോ അയൺ മൈൻസ് ആണ്, അല്ലെങ്കിൽ ഇരുമ്പ് ഖനികൾ. അപ്പോൾ മഗധയെക്കുറിച്ച് പറഞ്ഞാൽ ധാരാളം അയൺ
മൈൻസ് അല്ലെങ്കിൽ അയൺ ഓർ അല്ലെങ്കിൽ ഇരുമ്പ് അയിര് ലഭ്യമാകുന്ന ഒരുപാട് മൈൻസ് അന്ന് എവിടെ ഉണ്ടായിരുന്നു? മഗധയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനു സഹായിച്ചു കാണും? വെപ്പൺസ് ആൻഡ് ടൂൾസ്, ദി മേക്ക് വെപ്പൺസ് ആൻഡ് ടൂൾസ്, ഒരുപാട് ആയുധങ്ങളും ഉപകരണങ്ങളും ഇരുമ്പ് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ ആർക്ക് സഹായിച്ചു? മഗധയ്ക്ക് സാധിച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്താ? അയൺ മൈൻസ് ഹെൽപ്ഡ്, അല്ലെങ്കിൽ അന്നത്തെ ഉണ്ടായിരുന്ന പല അയൺ ഇരുമ്പ് ഖനികൾ എന്ത് ചെയ്യുകയുണ്ടായി? മഗധ ഒരുപാടായി സഹായിച്ചു. എങ്ങനെയായിരിക്കാം? ഈ അവർക്ക് ഇരുമ്പ് ആയുധങ്ങൾ അല്ലെങ്കിൽ വെപ്പൺസ് ടൂൾസ് ഇതിലൂടെ എന്ത് ചെയ്യാൻ സാധിച്ചു? മേക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പോയിന്റ്, elephant an important component of the army. മഗധയുടെ സൈന്യത്തിൻ്റെ ഏറ്റവും കേന്ദ്ര ഭാഗമായിരുന്നു ഏത്? എലിഫൻറ്റ്. അന്ന് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് ഈ അയൺ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുണ്ടായി? തൊട്ടടുത്തുള്ള ഒരുപാട് കാടുകൾ എന്ത് ചെയ്യുണ്ടായി? വെട്ടി തളിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ കാടുകളിൽ നിന്ന് വരുന്നത് ഇത് ഒരുപാട് ആനകളെ പിടിച്ചു. ഈ ആനകളെ അവരെന്ത് ചെയ്യുണ്ടായി? സൈന്യത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നിർത്തി. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിച്ചു? വളരെ പെട്ടെന്ന് ശത്രുക്കളുടെ മേൽ ഇടിച്ച് കയറുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആർമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? എലിഫൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദി ആർമി. സൈന്യത്തിൻ്റെ ഏറ്റവും കേന്ദ്രഭാഗം അല്ലെങ്കിൽ കേന്ദ്രം എന്ത് തന്നെയായിരുന്നു? ആനകളായിരുന്നു. അപ്പോൾ ഒന്ന് മറ്റു പല ജനപദങ്ങളിലും മുൻപന്തിയിൽ നിർത്തുവാൻ അവർക്ക് എന്ത് സാധിച്ചില്ല? ആനകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുമായി കമ്പയർ ചെയ്യപ്പെടുന്ന സമയത്ത് സൈന്യത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിർത്തുവാൻ അവർക്ക് ആരുണ്ടായിരുന്നു? ആനകളുണ്ടായിരുന്നു. അത് ഇവർ ഏറ്റവും വലിയൊരു ഫേവറബിൾ ഫാക്ടേഴ്സ് ആയിരുന്നു. നാലാമത്തെ പോയിന്റ്, ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗയും അതിൻ്റെ പോഷക നദികളുമായിരുന്നു. പ്രൊവൈഡ് മീൻസ് ഓഫ് ചീപ്പ് ആൻഡ് കൺവീനിയൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ ഗംഗയും അതിൻ്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സഹായിച്ചു? ട്രാൻസ്പോർട്ടേഷൻ സഹായിച്ചു, ഗതാഗതം സഹായിച്ചു, അതേപോലെ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം. അതായത് പല ആശയങ്ങളും വളരെ പെട്ടെന്ന് പല പല പ്രദേശങ്ങളിൽ എത്തിക്കുവാൻ അന്ന് മഗധയുടെ ഭരണാധികാരികൾ സഹായിച്ചത് ഏതിലൂടെയാണ്? ഗംഗയുടെയും അതിൻ്റെ ട്രിബ്യൂട്ട്സിലൂടെയാണ്. അപ്പോൾ അന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, വാർത്താവിനിമയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗതാഗതം ആയിക്കോട്ടെ, വളരെ പെട്ടെന്ന് ആശയങ്ങൾ കൈമാറുവാൻ അന്ന് മഗധയിലെ ഭരണാധികാരികൾ സാധിച്ചത് ഏതിലൂടെ? ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗയും അതിൻ്റെ പോഷക നദികളുടെയും സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. അഞ്ചാമത്തെ പോയിന്റ്, മഗധൻ ക്യാപിറ്റൽസ് അല്ലെങ്കിൽ മഗധയുടെ തലസ്ഥാന നഗരങ്ങളാണ്. മഗധയുടെ ആദ്യ തലസ്ഥാനമായിരുന്നു രാജഗൃഹ. രണ്ടാമത്തേത് പാടലിപുത്ര. മഗധയുടെ ആദ്യ ക്യാപിറ്റൽ ഏതാ? അത് ചോദിക്കും നമുക്ക്. മഗധയുടെ ആദ്യ ക്യാപിറ്റൽ രാജഗൃഹവും രണ്ടാമത്തേത് പാടലിപുത്രയുമായിരുന്നു. ഈ രണ്ട് പ്രദേശങ്ങളും വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം വളരെ പെട്ടെന്ന് ശത്രുക്കൾക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത പ്രദേശമായിരുന്നു രാജഗൃഹവും പാടലിപുത്രയും. പ്രത്യേകിച്ച് രാജഗൃഹമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാട് അല്ലെങ്കിൽ ഒരുപാട് കുന്നിൻ മുകളിലുള്ള പ്രദേശത്ത് വളരെ പെട്ടെന്ന് ശത്രുക്കൾക്ക് ഇവിടേക്ക് ഇടിച്ചു കയറുവാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ തന്ത്രപ്രാധാന്യമുള്ള സ്ഥലത്തായിരുന്നു. ക്യാപിറ്റൽ സിറ്റീസ് ആയിരുന്ന മഗധ ക്യാപിറ്റൽ സിറ്റീസ് ആയിരുന്ന ഏതൊക്കെ? രാജഗൃഹവും പാടലിപുത്രയും കാണപ്പെടുകയും ചെയ്തത്. ലാസ്റ്റത് അവിടുത്തെ റൂളേഴ്സാണ്, ഭരണാധികാരികളാണ്. മഗധ ഭരിച്ച 3 ഡൈനാസ്റ്റീസ് ഹര്യങ്ക, ശിശുനാഗ, നന്ദ. ആ ടെക്സ്റ്റിനകത്ത് പറഞ്ഞു പോകുന്നില്ല. മഗധ ഭരിച്ച 3 ഡൈനാസ്റ്റീസ്, 3 രാജവംശങ്ങളുണ്ടായിരുന്നു. ഹര്യങ്ക, ശിശുനാഗ, നന്ദ. അതിൽ ഹര്യങ്കയിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു ബിംബിസാരനും അജാതശത്രു. ബിംബിസാരൻ, അജാതശത്രു. ഇനി നന്ദയിലാണെന്നുണ്ടെങ്കിൽ മഹാപത്മനന്ദൻ. അപ്പോൾ 3 പ്രമുഖ ഭരണാധികാരികൾ ആരൊക്കെയാ? ഒന്നാമത്തത് ബിംബിസാരൻ, രണ്ടാമത്തത് അജാതശത്രു, മൂന്നാമത് മഹാപത്മനന്ദൻ. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു ഇവർ 3 പേര്. ആരൊക്കെ? ബിംബിസാരൻ, അജാതശത്രു, അതേപോലെ മഹാപത്മനന്ദൻ. ഇവർ 3 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവരിലൂടെ ഒരുപാട് പ്രദേശങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറുവാൻ മഗധയ്ക്ക് സാധിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ പോയിന്റ് കൊണ്ടാണ് ബാക്കിയുള്ള മഹാജനതകൾ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തുവാൻ മഗധയ്ക്ക് സാധിച്ചത്. സാധാരണയായിട്ട് 4 മാർക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 6 പോയിന്റ് നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞെന്താ?
ജനപദങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചു. ആ ജനപദങ്ങളിൽ 16 വളർന്ന് മഹാജനപദങ്ങളായി മാറുകയുണ്ടായി. ആ ജനപദങ്ങളിൽ 2 രീതിയിലുള്ള ഭരണം, മൊണാർക്കി ഉണ്ടായിരുന്നു, ഗണസംഘാസ് ഉണ്ടായിരുന്നു. അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർമി ഉണ്ടായിരുന്നു, പിന്നെ ബ്യൂറോക്രാറ്റ്സ് ഉണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞ 16 മഗധയാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ട്രോങ് ആയിട്ടുള്ള ഒരു എംപയർ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ സ്ട്രോങ് ആയ പ്രദേശമായി മാറുകയും ചെയ്തത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്തോ, മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ. മഗധ വളരെ ഫലഭൂയിഷ്ഠമായൊരു പ്രദേശം ആയിരുന്നു. വളരെ അലുവിയൽ സോയിൽ ഒരുപാട് ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സാധിച്ചു, അഗ്രികൾച്ചർ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായി, കൃഷി ഒരുപാടായി, ഉൽപ്പാദനം ഒരുപാടായി മെച്ചപ്പെടുകയും ചെയ്തു. രണ്ടാമത്തത് അയൺ മൈൻസ് ആണ്. കാരണം ഇവിടെ അയൺ ഓർ ഇരുമ്പ് അയിരുകൾ എവിടെ ഉണ്ടായിരുന്നു, മഗധയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കുഴിച്ചെടുക്കുന്ന ഒരുപാട് മൈൻസ്, അപ്പോൾ അത് കുഴിച്ചെടുത്തതിന് ശേഷം ഒരുപാട് അയൺ വെപ്പൺസും ടൂൾസും മേക്ക് ചെയ്യുവാൻ മഗധയുടെ രചനകൾക്ക് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് സാധിച്ചിരുന്നു. മൂന്നാമത്തത് എലിഫൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ഓഫ് ദി ആർമി. സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളൊന്ന് എലിഫൻ്റ് ആയിരുന്നു. കാരണം മറ്റ് പല ജനപദങ്ങൾക്കും ആനയുടെ സൈന്യത്തിൻ്റെ മുൻപന്തിയിലേക്ക് ഉണ്ടായിരുന്നില്ല. അതുമായി കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ആന അവരുടെ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു. നാലാമത്തത് ഗംഗ ആൻഡ് ട്രിബ്യൂട്ടറീസ്. ഗംഗയും അതിൻ്റെ പോഷനദികളുടെ സമീപമാണ്. കാരണം അതിലൂടെവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും സാധിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ക്യാപിറ്റൽ സിറ്റീസാണ്. ഇവിടെ ഫസ്റ്റ് ക്യാപിറ്റൽ ഏതായിരുന്നു, രാജഗൃഹയായിരുന്നു. അത് രണ്ടാമത് പാടലിപുത്രയായിരുന്നു. രണ്ടും വളരെ തന്ത്രപ്രാധാന്യമുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് വളരെ പെട്ടെന്ന് ഈ പ്രദേശത്ത് എത്തി ഇതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരുപാടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൺ റൂളേഴ്സ്. അന്ന് മഗധ ഭരിച്ച പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ. ഇവരിലൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ആർക്ക് സാധിക്കുകയും ചെയ്തു, മഗധയ്ക്ക് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിലെ സ്ട്രോങ് ആയിട്ടുള്ള ബാക്കിയുള്ളവരെ പരാജയപ്പെടുത്തി ഏറ്റവും ടോപ്പിലേക്ക് എത്തുവാൻ ആർക്ക് സാധിച്ചത്, മഗധയ്ക്ക് സാധിക്കുകയും ചെയ്തത്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയിലേക്കാണ്, എസ്ഐക്കുള്ള ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. അടുത്ത ഏരിയ മൗര്യൻ എംപയർ. ഓക്കെ, ഇന്ത്യയിലെ ലാസ്റ്റ് ഏരിയ മൗര്യൻ എംപയർ, മൗര്യൻ സാമ്രാജ്യം. അപ്പം നമ്മൾ നേരത്തെ ഒരു എംപയർ പറഞ്ഞു, അല്ലെങ്കിൽ ആദ്യ ഒരു എംപയർ അല്ലെങ്കിലും ആദ്യ ഒരു സാമ്രാജ്യം പോലെയുള്ള ഒരു മഗധൻ എംപയർ പറഞ്ഞു. പക്ഷേ മഗധൻ എംപയറിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്കോ സെൻട്രലൈസ്ഡോ ആയിരുന്നില്ല. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഇന്ത്യയിൽ ആദ്യത്തെ സിസ്റ്റമാറ്റിക് ആൻഡ് സെൻട്രലൈസ്ഡ് എംപയർ ആയിരുന്നു മൗര്യൻ എംപയർ. ഇന്ത്യയിൽ ആദ്യത്തെ കേന്ദ്രീകൃതവും വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഏത്, മൗര്യൻ സാമ്രാജ്യം. അപ്പം BC 320 ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ത് ഫോം ചെയ്തത്, എന്ത് രൂപീകരിച്ചത്, മൗര്യൻ എംപയർ രൂപീകരിച്ചത്. BC 320 ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ത് ചെയ്തത്, മൗര്യൻ എംപയർ രൂപീകരിച്ചത്. നമ്മൾ പറഞ്ഞാണ് നേരത്തെ മഗധയിലെ 3 ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്, ഹര്യങ്ക, ശിശുനാഗ, നന്ദ. അതിൽ നന്ദ ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ റൂളറായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്തത്, ഇന്ത്യയിൽ മൗര്യൻ എംപയർ ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ അവസാനത്തെ നന്ദ റൂളർ ആരായിരുന്നു, ധനനന്ദ. ടെക്സ്റ്റിനകത്ത് ഇല്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് BC 320 ആര്, ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുണ്ടായി, BC 320 ഇന്ത്യയിൽ എന്ത് ആരംഭിച്ചു, മൗര്യൻ എംപയർ ആരംഭിക്കുകയും ചെയ്തു. അവസാനത്തെ നന്ദൻ റൂളറായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിൽ മൗര്യൻ എംപയർ ആരംഭിക്കുകയും ചെയ്തത്. ഇന്ത്യയിൽ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എംപയർ, ഇന്ത്യയിൽ ആദ്യത്തെ കേന്ദ്രീകൃതവും വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഏത്, മൗര്യൻ എംപയർ. അപ്പോൾ നമുക്ക് ഈ മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതിന് ചില തെളിവുകളുണ്ട്. അപ്പോൾ എവിടെ നിന്നായിരിക്കാം നമുക്ക് ഈ പറഞ്ഞ മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്? അപ്പോൾ സോഴ്സസ് ആണ് നമ്മൾ നേരെ പോകുന്നത്, സോഴ്സിലേക്കാണ് പോകുന്നത്.
അപ്പോൾ മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് 2 സോഴ്സസിലൂടെയാണ്. ഒന്നാമത് ലിറ്റററി സോഴ്സസും രണ്ടാമത് ആർക്കിയോളജിക്കൽ സോഴ്സസ്. അപ്പോൾ 2 സോഴ്സസ് നമുക്ക് ഒന്നാമത് ലിറ്റററി സോഴ്സസും അതേപോലെ ആർക്കിയോളജിക്കൽ സോഴ്സസും ഇത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആരെക്കുറിച്ച് മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ലിറ്റററി സോഴ്സ് അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ എന്തൊക്കെയായിരിക്കാം? മെയിനായിട്ടും 4 കാര്യങ്ങൾ. ഒന്നാമത് ഇൻഡിക്ക, മെഗസനിസിൻ്റെ ഇൻഡിക്ക എന്ന കൃതി. ഒന്നാമത് എന്താ? മെഗസനിസിൻ്റെ ഇൻഡിക്ക എന്ന കൃതി. ഫസ്റ്റ് പോയിന്റ് എന്താ? മെഗസനിസിൻ്റെ ഇൻഡിക്ക എന്നറിയപ്പെടുന്ന കൃതി. രണ്ടാമത് കൗടില്യൻ്റെ അർദ്ധശാസ്ത്രം എന്നറിയപ്പെടുന്ന കൃതി. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. കൗടില്യൻ്റെ അർദ്ധശാസ്ത്രങ്ങൾ മുമ്പിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന അതിന് മന്ത്രിമാരിൽ ഒരാളായിരുന്നു ആര്? കൗടില്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിമാരൊരാളായിരുന്നു കൗടില്യൻ. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരൊക്കെ ഉണ്ട്. വിഷ്ണു ശർമ്മൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും അതേപോലെ തന്നെ ചാണക്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് തന്നെയാണ്? കൗടില്യനാണ്. കൗടില്യൻ്റെ പ്രധാന കൃതിയാണ് അർദ്ധശാസ്ത്രം. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്? മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത് മുദ്ര രാക്ഷസം. അത് വിശാഖദത്തൻ്റെ മുദ്ര രാക്ഷസം. മൂന്നാമത്തെ കൃതി ഏതാ? മുദ്ര രാക്ഷസം എഴുതിയത് വിശാഖദത്തനാണ്. അതേപോലെ ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ടെക്സ്റ്റ്. ലാസ്റ്റ് ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ടെക്സ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ 4 കാര്യങ്ങൾ ഈ ലിറ്റററി സോഴ്സ് അല്ലെങ്കിൽ സാഹിത്യപരമായ തെളിവുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എവിടെ നിൽക്കാം? ഫസ്റ്റ് പറഞ്ഞ പോലെ മെഗസനിസിൻ്റെ ഇൻഡിക്ക എന്ന കൃതി പറയപ്പെടുന്നുണ്ട്. കൗടില്യൻ്റെ അർദ്ധശാസ്ത്രത്തിനകത്ത് പറയപ്പെടുന്നുണ്ട്. വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസത്തിനകത്ത് പറയപ്പെടുന്നുണ്ട്. അതേപോലെ പല ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ടെക്സ്റ്റുകളിലും എന്തിനെക്കുറിച്ചോ ഈ പറഞ്ഞ മൗര്യൻ എംപയറിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. കാരണം ഇതിലെ പ്രമുഖ ഭരണാധികാരികളായിരുന്ന അശോകൻ ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു. ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു ജൈനമത വിശ്വാസിയും പിൽക്കാലഘട്ടത്തിൽ ആയി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് കൃതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആരെക്കുറിച്ച് മൗര്യൻ എംപയറിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ആർക്കിയോളജിക്കൽ സോഴ്സസ്? പുരാവസ്തുപരമായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയായിരിക്കാം? അവിടെ നമുക്ക് പറയാം ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇൻസ്ക്രിപ്ഷൻസ് ശിലാലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കോയിൻസ് നാണയങ്ങളുണ്ടായിരുന്നു. സ്കൾപ്ചേഴ്സ് ശില്പങ്ങൾ. അപ്പോൾ ഏതൊക്കെയാ? ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു, കോയിൻസ് ഉണ്ടായിരുന്നു, സ്കൾപ്ചേഴ്സ്, പല പല ശിലാലിഖിതങ്ങൾ, അശോകനെ പോലുള്ള ഭരണാധികാരികൾ കൊണ്ട് എഴുതപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ്, കൊത്തിച്ചിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കോയിൻസ് നാണയങ്ങളുണ്ടായിരുന്നു. അതേപോലെ സ്കൾപ്ചർ അല്ലെങ്കിൽ ശില്പങ്ങൾ. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആരെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു? മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യം മൗര്യൻ എംപയറിനെ കുറിച്ചാണ് പറഞ്ഞത്, മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ നന്ദരാജാവായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ട് BC 320 ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിൽ എന്താരംഭിച്ചു? മൗര്യൻ എംപയർ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യ കണ്ടൽ വെച്ച് ആദ്യത്തെ സെൻട്രലൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എംപയർ, വളരെ വ്യവസ്ഥാപിതവും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു മൗര്യൻ സാമ്രാജ്യം. ഇനി നമുക്ക് മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുന്നത് 2 സോഴ്സസിലൂടെയാണ്. ഫസ്റ്റ് ലിറ്റററി സോഴ്സസും രണ്ടാമത്തത് ആർക്കിയോളജിക്കൽ സോഴ്സസും. അതായത് സാഹിത്യപരമായിട്ടുള്ള ഉറവിടങ്ങളും പിന്നെ പുരാവസ്തുപരമായിട്ടുള്ള ഉറവിടങ്ങളും. അതിൽ സാഹിത്യപരമായ ഉറവിടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മെഗസനിസിൻ്റെ ഇൻഡിക്ക എന്ന കൃതിയുണ്ട്, കൗടില്യൻ്റെ അർദ്ധശാസ്ത്ര കൃതിയുണ്ട്, വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസമുണ്ട്, പിന്നെ പല ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ടെക്സ്റ്റുകളിൽ ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഇനി ആർക്കിയോളജിക്കലാണെങ്കിലോ പുരാവസ്തുപരമായ തെളിവുകളാണെന്നുണ്ടെങ്കിലോ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു, ശിലാലിഖിതങ്ങളുണ്ടായിരുന്നു.
അതുപോലെ കോയിൻസ്, നാണയങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ശില്പങ്ങൾ. ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തറിയാൻ സാധിക്കുന്നു? മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഏരിയ അശോക ആൻഡ് ഹിസ് ധമ്മ പോളിസി. മൗര്യൻ സാമ്രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ആര്? അശോകൻ. അപ്പോൾ അശോകനെ കുറിച്ച് പറഞ്ഞാൽ തൻ്റെ മുൻഗാമികളെപ്പോലെ ഒരുപാട് പ്രദേശങ്ങൾ ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി, അത്തരം പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി തൻ്റെ സാമ്രാജ്യം എന്ത് ചെയ്യുക, വിസ്തൃതമാക്കുക അല്ലെങ്കിൽ വളരെ എക്സ്റ്റൻഡാക്കി മാറ്റുന്ന ലക്ഷ്യം ആർക്കുണ്ടായിരുന്നു? അശോകനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്ക കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അശോകൻ എന്ത് ചെയ്യുകയുണ്ടായി? ഒരുപാട് പ്രദേശങ്ങളെ ആക്രമിച്ച് മുന്നേറി ഒരുപാട് പ്രദേശങ്ങളെ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ BC 261 ഒരു യുദ്ധം അശോകൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചു. ഏത് യുദ്ധം? BC 260 കലിംഗ വാർ. ഇന്നത്തെ ഒഡീസ എന്ന പ്രദേശം ആദ്യകാലത്ത് അറിയപ്പെട്ട പേരാണ് കലിംഗ എന്ന പേരിൽ. BC 261 അശോകൻ എന്ത് ചെയ്യുണ്ടായി? കലിംഗ എന്ന പ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇതിന് ശേഷം അത് എന്ത് ചെയ്തു? ഈ പ്രദേശം സന്ദർശിച്ചു. നിങ്ങൾ ഇത് ജസ്റ്റ് അറിഞ്ഞു പോയാൽ മാത്രം മതി. ഈ പറഞ്ഞ കലിംഗ ഇതിന് ശേഷം അശോകൻ എന്ത് ചെയ്യാണ്? ഇത് വരുന്ന പ്രദേശം സഞ്ചരിക്കുകയാണ്. അപ്പോൾ അന്ന് കണ്ട കാഴ്ചകൾ അത് ഒരുപാടായി വേദന ഉണ്ടാക്കി. കാരണം ഒരുപാട് ബ്രാഹ്മണ പുരോഹിതന്മാരും പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും സാധാരണ ആൾക്കാരും എന്ത് ചെയ്യുകയുണ്ടായി? ഒരുപാട് ആൾക്കാരാണ് ഈ പറഞ്ഞ ഇതുപോലെ മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അതൊരു കാര്യം തീരുമാനിച്ചു, ഇനി എന്തില്ല? യുദ്ധം ഇല്ല. ഒരുപക്ഷെ ഒരു യുദ്ധം വിജയിച്ച ശേഷം യുദ്ധം അവസാനിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു ഭരണാധികാരി കൂടി ആയിരിക്കാം ആര്? അശോകൻ. സാധാരണ നിലയിൽ നമ്മളൊരു യുദ്ധം വിജയിച്ചാൽ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ട് മറ്റ് പ്രദേശങ്ങളെ വീണ്ടും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കലിംഗ യുദ്ധത്തും അശോകൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അവിടെ കണ്ട സംഭവങ്ങൾ ഒരുപാട് ചിന്തിക്കുവാൻ അശോകൻ എന്ത് ചെയ്യുണ്ടായി? പ്രേരിപ്പിച്ചു. അതോടുകൂടി അശോകൻ എന്ത് അവസാനിപ്പിച്ചു? ഇത് അവസാനിപ്പിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഒരു യുദ്ധം അവസാനിച്ചതിന് ശേഷം യുദ്ധം വിജയിച്ചതിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നിരിക്കാം ആര്? അശോകൻ. അതിനുശേഷം ഇത് അവസാന ശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ഇതിനുശേഷം ഈ പറഞ്ഞ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുക? ബുദ്ധമതം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തൻ്റെ രാജ്യത്ത് ഈ മെയിനായിട്ട് പറഞ്ഞാലോ ഹാർമണി, അതേപോലെ യൂണിറ്റി, സന്തോഷവും സമാധാനവും ഏകതയും എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി അശോകൻ പുതുതായി കണ്ടെത്തപ്പെട്ട ഒരു പുതിയ രീതിയാണ് ധമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു പുതിയൊരു പോളിസി അല്ലെങ്കിൽ പുതിയൊരു നയമാണ് ധമ്മ പോളിസി. തൻ്റെ രാജ്യത്ത് യൂണിറ്റിയും ഹാർമണിയും, അതായത് സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി അശോകൻ ആരംഭിച്ച ഒരു പുതിയ പോളിസി, പുതിയ നയത്തെയാണ് നമ്മൾ ധമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ധമ്മ എന്ന പദം ഉത്ഭവിച്ചത് സംസ്കൃത വാക്കായ ധർമ്മത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ധർമ്മം എന്താണെന്ന് അറിയാം അല്ലേ? ധർമ്മം മീൻസ് എന്താ? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, ധർമ്മം ചെയ്യുക. അപ്പോൾ അതേപോലെ സംസ്കൃത വാക്കായ ധർമ്മത്തിൽ നിന്നാണ് ധമ്മ എന്ന പദം എന്ത് ഉത്ഭവിക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം BC 261 കലിംഗ വാറിന് ശേഷം അശോകൻ ഏത് മതം? ബുദ്ധിസം സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം റിലീജിയസ് യൂണിറ്റിക്ക് അല്ലെങ്കിൽ റിലീജിയസ് ഹാർമണി അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഏകതയും എല്ലാം തൻ്റെ സ്വന്തം രാജ്യത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി അശോകൻ ആവിഷ്കരിച്ചൊരു പുതിയ പോളിസിയാണ് നമ്മൾ ധമ്മ പോളിസി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ധമ്മ എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏതിൽ നിന്നാണ്? സംസ്കൃത വാക്കായ ധർമ്മത്തിൽ നിന്നാണ് ധമ്മ എന്ന വാക്ക് ഉത്ഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റിലീജിയസ് ഫെയ്ത്തോ അല്ലെങ്കിൽ പ്രാക്ടീസോ അല്ല, ഒരു മതപരമായിട്ടുള്ളൊരു ആചാരമോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ ഒന്നുമല്ല, മറിച്ച് വേ ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതചര്യയാണ്. നമ്മൾ ഓരോ ആൾക്കാരും ഓരോ ദിവസവും അനുസരിക്കാനുള്ള ചില ജീവിതചര്യയാണ്
ഈ ദമ്മ നയത്തിലൂടെ അശോകൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഒരു വൈ ഓഫ് ലൈഫ്, ഒരു ജീവചര്യയാണ്, അല്ല എന്തല്ല റിലീജിയസ് ഫെയ്ത്തോ പ്രാക്ടീസോ അല്ല. നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ പള്ളികളിൽ പോകുന്നു, ഓരോ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത് റിലീജിയസ് പരമായിട്ടുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ ഫെയ്ത്താണ്. പക്ഷേ അതുമായി കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഇതൊരു റിലീജിയസ് ഫെയ്ത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് മതപരമായിട്ടുള്ള ഒരു ആചാരമോ വിശ്വാസമോ ഒന്നും അല്ല, മറിച്ച് എന്തായിരുന്നു ഒരു വൈ ടു ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിലൂടെ ആര് വ്യക്തമാക്കിയത്, അശോകൻ വ്യക്തമാക്കുകയും ചെയ്തത്. അപ്പോൾ അശോകൻ ഈ പറഞ്ഞ ദമ്മ പോളിസിയിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, റെസ്പെക്റ്റ് ആൻഡ് ഒബീഡിയൻസ് ടു പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുക, ആരെയൊക്കെ ബഹുമാനിക്കുക, പാരൻസ്, ടീച്ചേഴ്സ്, എൽഡേഴ്സ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്നെണ്ണം. നിങ്ങൾ പല ആൾക്കാരും നിങ്ങളുടെ പാരൻസിനെ എന്ത് ചെയ്യാറില്ല, ബഹുമാനിക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം കാണുമായിരിക്കാം, പക്ഷേ എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, അവർ ദേഷ്യപ്പെടാറുണ്ട് അല്ലേ. എന്തെങ്കിലും ചെറിയൊരു സംഭവം വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ നമ്മൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. ഫസ്റ്റ് നമ്മൾ അനുസരിക്കാനുള്ള പാരൻസിനെ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ എവിടെ പോയിരുന്നു, സ്കൂളിലേക്ക് അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ആ ടീച്ചേഴ്സിനെ എന്ത് ചെയ്യുക, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടീച്ചേഴ്സിന് റെസ്പെക്റ്റും ഇല്ല, പേടിയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മൾ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് പാരൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, പിന്നെ ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതേപോലെ എൽഡേഴ്സ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ ഇത് കാണപ്പെടുന്നുണ്ടോ, പല ആൾക്കാർക്കിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇതെന്ത് ചെയ്യുന്നില്ല, അവരാരും അനുസരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോലും എന്ത് ചെയ്യുക, അത് സ്വീകരിക്കുക. ആരെയൊക്കെ നമ്മൾ അനുസരിക്കാനുള്ളതാ, പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എൽഡേഴ്സ് ആയിക്കോട്ടെ, അവരെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് നമ്മൾ ചെയ്യുക. ഒന്ന്. രണ്ടാമത്തത്, ജനറസിറ്റി ടുവേർഡ്സ് ബ്രാഹ്മിൻസ്, ആസ്റ്റിക് ആൻഡ് ദ പുവർ ആൻഡ് മിസറബിൾ. ബ്രാഹ്മണന്മാരായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ പുരോഹിതന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവരോട് എന്ത് ചെയ്യുക, നമ്മൾ കരുണയോട് കൂടി പെരുമാറുക, അല്ലെങ്കിൽ ഉദാരത കാണിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബ്രാഹ്മിൻസൊക്കെ എന്ത് ചെയ്യുണ്ടായി, നേരത്തെ മരണപ്പെട്ട് നമ്മൾ അടിച്ചാൽ എവിടെ, ഈ പറഞ്ഞ കലിംഗ വാറിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ പറഞ്ഞ കാര്യം എന്താ, ബ്രാഹ്മിൻസ് ആയിക്കോട്ടെ, പുവർ പീപ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിസറബിൾ ആയുള്ള ആൾക്കാരായിക്കോട്ടെ, ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, പാവപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, ബ്രാഹ്മിൻസ് ആയിക്കോട്ടെ, അവരോട് നമ്മൾ എന്ത് ചെയ്യുക, ഉദാരത കാണിക്കുക. രണ്ടാമത്തത്. മൂന്നാമത്തത്, ട്രീറ്റിംഗ് സ്ലേവ്സ് ആൻഡ് സെർവൻസ് കൈൻഡ്ലി. ഈ സെർവൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ലേവ്സ് ആയിക്കോട്ടെ, അടിമകളായിക്കോട്ടെ, അല്ലെങ്കിൽ പരിചയരായിക്കോട്ടെ, അവരോട് എന്ത് ചെയ്യുക, ദയാപൂർവ്വം പെരുമാറുക. സ്ലേവ്സിനോടും സെർവൻസിനോടും എന്ത് ചെയ്യുക, കൈൻഡ്ലി ആയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ദയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, പെരുമാറുക. നാലാമത്തത്, റെസ്പെക്ട് ഫോർ റിലീജിയസ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മതത്തെ നമ്മൾ എന്ത് ചെയ്യുക, മതത്തെയും അവരുടെ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, അംഗീകരിക്കുക. അല്ലെങ്കിൽ ടോളറേഷൻ ഉണ്ടാകണം. നമ്മളെ മതത്തെ മാത്രം കണ്ടാൽ മാത്രം പോരാ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നും പാടില്ല. എല്ലാ വിഭാഗം എന്ത് ചെയ്യുക, എല്ലാ മതങ്ങളും നമ്മൾ ഒന്നായി കാണാനുള്ള മനസ്സ് നമുക്കിടയിൽ ഉണ്ടാകണം. പിന്നെ അബ്സ്റ്റൻസ് ഫ്രം ദി കില്ലിംഗ് ഓഫ് ഇഞ്ചുറി ഓഫ് ലിവിങ് തിങ്സ്. ജീവനുള്ള ഒന്നിനെ നമ്മൾ കൊല്ലുവാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല. നമ്മളതൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ നിന്ന് മാറുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവജാലം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലുവാൻ പാടില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മുറിവേൽപ്പിക്കാനൊന്നും പാടില്ല. ലാസ്റ്റ് വൺ, മെയിൻറ്റെയിൻസ് ഓഫ് ട്രൂത്ത്ഫുൾനെസ്, മൊറാലിറ്റി ആൻഡ് പ്യൂരിറ്റി. എല്ലായ്പ്പോഴും സത്യസന്ധത പുലർത്തുക, അതേപോലെ തന്നെയാണ് ധാർമ്മികതയും മറ്റും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് അശോകൻ മുന്നോട്ട് വെച്ച ദമ്മ പോളിസിയിലെ നയങ്ങൾ. അപ്പോൾ അശോകൻ കലിംഗ വാർ അവസാനിച്ചു, ബുദ്ധിസം സ്വീകരിച്ചു. അപ്പോൾ ഒരു റിലീജിയസ് ഫെയ്ത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടിയോ അല്ല, വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഒരു ജീവിതചര്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന നയമാണ് ദമ്മ പോളിസി. ദമ്മ പോളിസി എന്ന വാക്ക് ഉത്ഭവിച്ചത് ധർമ്മം എന്നറിയപ്പെടുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ്. എല്ലാ വിഭാഗം ആൾക്കാരെയും ഒന്നായി കണ്ടുകൊണ്ട് തൻ്റെ രാജ്യത്ത് യൂണിറ്റിയും അതുപോലെ സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പോളിസി മുന്നോട്ടേക്കുകയും ചെയ്തത്. അപ്പോൾ അതിൽ പറഞ്ഞ 6 കാര്യങ്ങളാണ് എൽഡേഴ്സ്, ടീച്ചേഴ്സ്, അതുപോലെ പാരൻസ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവരെ നമ്മൾ അനുസരിക്കേണ്ടതാണ്. ബ്രാഹ്മിൻസിനോടും പുവർ പീപ്പിളിനോടും മിസറബിൾ നേരിടുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ദയപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, പെരുമാറുക. പിന്നെ സ്ലേവ്സ് അല്ലെങ്കിൽ സെർവൻസിന് നമ്മൾ കൈൻഡ്ലി ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പെരുമാറുക. പിന്നെ മറ്റുള്ള ആൾക്കാരുടെ മതം നമ്മൾ എന്ത് ചെയ്യുക, അംഗീകരിക്കുക. പിന്നെ ജീവനുള്ള ഒന്നിനെ കൊല്ലുവാനോ ഉപദ്രവിക്കാനോ നമ്മൾ പാടില്ല. എല്ലായ്പ്പോഴും സത്യം പറയുക, ധാർമ്മികതയോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിനു വേണ്ടിയാണ് അശോകൻ എന്താരംഭിച്ചത്, ദമ്മ നയം കൊണ്ടുവരികയും ചെയ്തത്. അപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ദമ്മ എന്ന ആശയം എന്ത് ചെയ്യുണ്ടായി, ഇതിൻ്റെ ഈ രാജ്യത്തിനകത്ത് ഒരുപാടായി പ്രചരിക്കുകയും ചെയ്തു. അതിനുവേണ്ടി തൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ധർമ്മ മഹാമാത്രമാർ എന്നറിയപ്പെടുന്ന ഒരു സംഘത്തെ ഇദ്ദേഹം നിയമിക്കുകയും ചെയ്തു. ആരായിരുന്നു? ധർമ്മ മഹാമാത്രമാർ.
ധർമ്മ മഹാമാത്രമാർ എന്നറിയപ്പെടുന്ന ഒരു സംഘത്തെ അദ്ദേഹം എന്ത് ചെയ്യുണ്ടായി നിയമിക്കുകയും ചെയ്തു. ഈ സംഘം എന്ത് ചെയ്യുണ്ടായി ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് മാത്രമല്ല അശോകൻ തൻ്റെ എഡിക്സിലൂടെ തൻ്റെ ശാസനങ്ങളിലൂടെ എന്ത് ചെയ്യുകയുണ്ടായി ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. എല്ലാ സാധാരണക്കാരെ ആൾക്കാർക്കിടയിൽ പോലും ഈ ആശയങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് എഡിക്സ് അല്ലെങ്കിൽ ഒരുപാട് ശാസനങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി ഇദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യക്കുള്ളിലെ പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുവാൻ ധർമ്മ എന്ന ആശയത്തിന് സാധിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. എന്തായിരുന്നു? അശോക ആൻഡ് ഹിസ് ധമ്മ പോളിസി. സാധാരണയായിട്ട് ഒന്നെങ്കിൽ 4 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കോ ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നത്. അപ്പോൾ എന്താ അശോകൻ്റെ ധമ്മ പോളിസി ചോദിച്ചു കഴിഞ്ഞാൽ BC 260 എന്തുണ്ടായി? കലിംഗ വാറുണ്ടായി. അതിനുശേഷം അശോകൻ എന്ത് ചെയ്തു? ആ പ്രദേശം വിസിറ്റ് ചെയ്തു, കണ്ട കാഴ്ച ഒരുപാടായി ഭയാനകമായിരുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുണ്ടായി? പൂർണ്ണമായിട്ടും യുദ്ധം അവസാനിപ്പിച്ചു. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ യുദ്ധം വിജയിച്ചതിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ആരോ? അശോകൻ. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ഏത് മതം? ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്ത് റിലീജിയസ് ഹാർമണി അല്ലെങ്കിൽ യൂണിറ്റി, മതപരമായ സൗഹൃദവും ഐക്യവും എല്ലാം വളർത്തിയെടുത്തുകൊണ്ട് എല്ലായ്പ്പോഴും തൻ്റെ രാജ്യത്തെ സമാധാനം മാത്രം കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ചൊരു പുതിയൊരു പോളിസി അറിയപ്പെടുന്നതാണ് ധമ്മ പോളിസി എന്ന പേരിൽ. ധമ്മ എന്ന വാക്ക് ഉത്ഭവിച്ചത് ധർമ്മം എന്നറിയപ്പെടുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് അതൊരു റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ്, അത് മതപരമായ ഒരു ആചാരമോ അല്ലെങ്കിൽ നയമോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, ഓരോ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുസരിക്കേണ്ട ലൈഫ് ഒരു ജീവിതചര്യ കൂടിയാണ് ഇത് ധമ്മ എന്ന പോളിസിയിലൂടെ അശോകൻ ഉദ്ദേശിക്കുകയും ചെയ്തത്. പിന്നെ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ആൾക്ക് നമ്മൾ നമ്മൾ ബഹുമാനിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുക? രാജ്യത്ത് സമാധാനവും സന്തോഷവും ഐക്യക്കൊണ്ടതിന് വേണ്ടി അശോകൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ ഈ ആശയങ്ങൾ രാജ്യത്തിൻ്റെ പല കോണുകളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ധർമ്മ മഹാമാത്രമാർ എന്നറിയപ്പെടുന്ന സംഘങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി? ചുമതലപ്പെടുത്തുകയും ചെയ്തു. നമ്മളിന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. ഒരു എസ്സേക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എസ്സേ എടുക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഇൻട്രഡക്ഷൻ മാത്രമേ എടുത്തു വയ്ക്കുന്നുള്ളൂ. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ പോകുന്നത് മൗര്യൻ അഡ്മിനിസ്ട്രേഷനിലേക്കാണ്. ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ആദ്യം അറിയാനുള്ളത് എസ് 8 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ആരാ സ്ഥാപകൻ? ചന്ദ്രഗുപ്ത മൗര്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ ഫൗണ്ടഡ് മൗര്യൻ എംപയർ. അവസാനത്തെ നന്ദരാജനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുകയുണ്ടായി? BC 320 ഇന്ത്യയിൽ ഏത് സാമ്രാജ്യം? മൗര്യ സാമ്രാജ്യം ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അതിന് ശേഷം പറഞ്ഞാൽ ഇതൊരു വാസ്റ്റ് എംപയർ ആയിരുന്നു. മൗര്യൻ എംപയറിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പ്രദേശങ്ങളിൽ വ്യാപിച്ചിരുന്ന ഒരു പ്രദേശം, വലിയൊരു സാമ്രാജ്യമായിരുന്നു ഏത്? മൗര്യൻ എംപയർ. ഫസ്റ്റ് നമുക്ക് അറിയാനുള്ളത് അവരുടെ പൊളിറ്റിക്കൽ സെൻറ്റേഴ്സാണ്. ആദ്യം അറിയാനുള്ള പൊളിറ്റിക്കൽ സെൻറ്റേഴ്സാണ് നമുക്ക്. മെയിനായിട്ടും 5 പൊളിറ്റിക്കൽ സെൻറ്റേഴ്സാണ് എവിടെ ഉണ്ടായിരുന്നത്? മൗര്യമാർക്കിടയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവിടെ ക്യാപിറ്റൽ സിറ്റി ആദ്യ രാജഗൃഹം പിന്നെ എന്തിലേക്ക് മാറി? പാടലിപുത്ര ഉണ്ടായിരുന്നു. അതേപോലെ തക്ഷശില, ഉജ്ജയിനി. ഏതൊക്കെയായിരുന്നു? 5 സിറ്റീസ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തേത് പാടലിപുത്ര ക്യാപിറ്റലോ, പിന്നെ തക്ഷശില ഉണ്ടായിരുന്നു, ഉജ്ജയിനി ഉണ്ടായിരുന്നു, രണ്ടെണ്ണം കൂടി തോശാലി ആൻഡ് സുവർണഗിരി. ഈ 5 മെയിനായിട്ടുള്ള പൊളിറ്റിക്കൽ സെൻറ്റേഴ്സ്. അപ്പോൾ മൗര്യന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ 5 സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പാടലിപുത്ര ഉണ്ടായിരുന്നു, തക്ഷശില ഉണ്ടായിരുന്നു, ഉജ്ജയിനി ഉണ്ടായിരുന്നു,
തോശാലി സുവർണഗിരി ഉണ്ടായിരുന്നു. അപ്പോൾ പാടലിപുത്ര നമുക്ക് അറിയാവുന്ന ഏതാ അവരുടെ ക്യാപിറ്റൽ സിറ്റി, രണ്ടാമത്തെ ക്യാപിറ്റലായിരുന്നു ഏതാ പാടലിപുത്ര. രണ്ടാമത്തത് നമ്മൾ തക്ഷശിലയും ഉജ്ജയിനിയും പറഞ്ഞാൽ ഈ ട്രേഡ് റൂട്ടിൽ അല്ലെങ്കിൽ വ്യാപാര കേന്ദ്ര പ്രദേശത്താണ് എന്ത് കാണപ്പെട്ടത്? തക്ഷശിലയും ഉജ്ജയിനിയും കാണപ്പെട്ടത്. സുവർണഗിരിയാണെന്നുണ്ടെങ്കിൽ അതൊരു മൈൻസ് അല്ലെങ്കിൽ ഖനന പ്രദേശവുമായിരുന്നു ഏത് സുവർണഗിരി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു എംപയർ ആയിരുന്നു ഏത് മൗര്യൻ എംപയർ. ഫസ്റ്റ് പറഞ്ഞ പോലെ അവിടെ പൊളിറ്റിക്കൽ സെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ പാടലിപുത്ര ഉണ്ടായിരുന്നു, തക്ഷശില ഉണ്ടായിരുന്നു, ഉജ്ജയിനി ഉണ്ടായിരുന്നു, തോശാലി, സുവർണഗിരി. പാടലിപുത്ര ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു, തക്ഷശിലയും ഉജ്ജയിനിയും ഈ ട്രേഡ് സെൻറ്റേഴ്സിലാണ് കാണപ്പെട്ടത്. സുവർണഗിരി ആണെന്നുള്ള ഒരു മൈൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഖനന പ്രദേശവും ആയിരുന്നു. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഹെഡ് ആരെന്നെയായിരിക്കും? എംപയർ തന്നെയായിരിക്കും. ആരാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ മൗര്യൻ എംപയറിനെ കുറിച്ച് പറഞ്ഞാൽ ആരാണ് ഭരിക്കുന്നത്, ഭരണകർത്താവ് ആര് തന്നെയാണോ അദ്ദേഹമായിരിക്കും എല്ലാത്തിൻ്റെ ഹെഡ്. അപ്പം നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആയാലും ജസ്റ്റിസ് ആയാലും പൊളിറ്റിക്സ് ആയാലും അല്ലെങ്കിൽ ഏതൊരു മേഖലയെക്കുറിച്ച് പറഞ്ഞാലും എല്ലാത്തിൻ്റെ ഹെഡ് ആരെന്നായിരിക്കും? എംപയർ അല്ലെങ്കിൽ ചക്രവർത്തി ആയിരിക്കും. ഇനി ഭരണകാര്യങ്ങളിൽ രാജാവിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അടുത്തതെന്താ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, ഭരണകാര്യങ്ങൾ രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് ആരായിരുന്നു? കിങ് ആയിരുന്നു, അല്ലെങ്കിൽ കിങ് അല്ലെങ്കിൽ എംപയർ. ആരാണ് ഭരിക്കുന്നത്? കിങ് അല്ലെങ്കിൽ എംപയർ ആയിരുന്നു അതിൻ്റെ ഹെഡ്. ഇനി ഏതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ജസ്റ്റിസ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവരുടെ ഏതൊരു മേഖല പറഞ്ഞാൽ അതിന് ഹെഡ് ആരാ? കിങ് അല്ലെങ്കിൽ എംപയർ ആയിരുന്നു. ഇനി കിങ്ങിനെ ഭരണകാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? മന്ത്രിമാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. പിന്നെ നമ്മളടുത്ത് പറഞ്ഞ പോലെ ബ്യൂറോക്രാറ്റ്സ്, ഡേ ടു ഡേ ഫംഗ്ഷൻ, ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷനിലെ ഡേ ടു ഡേ ഫംഗ്ഷൻ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ഭംഗിയായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആരുണ്ടായിരുന്നു? ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ് ബ്യൂറോക്രാറ്റ്സ് ആയിരുന്നു. ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബ്യൂറോക്രാറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൺ എ വെൽ ഓർഗനൈസ്ഡ് എസ്പ്രേസ് സിസ്റ്റം. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ചാര സംഘടനയും എവിടെ ഉണ്ടായിരുന്നു? അന്ന് മൗര്യമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയും മാത്രമേ പഠിക്കുന്നുള്ളൂ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യം എന്തായിരുന്നു? മൗര്യമാരുടെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഒന്ന് പറയാം നമുക്ക്. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യൻ എംപയറിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. പിന്നെ അവിടെ എംപയറിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ സെൻറ്റേഴ്സ് ആണ് പറഞ്ഞത്. 5 പൊളിറ്റിക്കൽ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. പാടലിപുത്ര, തക്ഷശില, ഉജ്ജയിനി, തോശാലി, സുവർണഗിരി. അതിൽ പാടലിപുത്ര ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. തക്ഷശിലയും ഉജ്ജയിനിയും ട്രേഡ് റൂട്ട് പരമായ പ്രദേശത്താണ് കാണപ്പെട്ടത്. സുവർണഗിരി ആണെന്നുണ്ടെങ്കിൽ ഒരു മൈൻ സെൻറ്റർ അല്ലെങ്കിൽ ഖനന പ്രദേശവും ആയിരുന്നു. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് വളരെ വാസ്റ്റ് എംപയർ ആയിരുന്നു ഏതാ? മൗര്യൻ എംപയർ. അപ്പോൾ അത് ഒരു വാസ്റ്റ് എംപയർ ആയതുകൊണ്ട് ഇനി വാസ്റ്റ് എംപയർ ആയിരുന്നു. പിന്നെ പറഞ്ഞാൽ എന്താ? ഭരണത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ജസ്റ്റിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഏതൊരു കാര്യം എടുത്ത് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും ഹെഡ് കിങ് അല്ലെങ്കിൽ എംപയർ ആയിരുന്നു. ഭരിക്കുന്ന ആരാണോ കിങ് അല്ലെങ്കിൽ എംപയർ ആയിരുന്നു എല്ലാത്തിൻ്റെയും ഹെഡായി വരികയും ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ഭരണകാര്യങ്ങളിൽ രാജാവിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരുണ്ടായിരുന്നു? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അതിന് പുറമെ ഡേ ടു ഡേ ഫംഗ്ഷന് വേണ്ടി ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരുണ്ടായിരുന്നു? ബ്യൂറോക്രാറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഈ ഒരു വെൽ ഓർഗനൈസ്ഡ് എസ്പ്നേജ് സിസ്റ്റം, വളരെ വ്യക്തമായിട്ടുള്ളൊരു ചാര സംഘടനയും എവിടെ ഉണ്ടായിരുന്നു? മൗര്യമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരു പുതിയ പാഠമാണ് തുടങ്ങി വെച്ചത്. എന്തായിരുന്നു? കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. മെയിനായിട്ട് പറഞ്ഞു വെച്ചാൽ എംപയറിനെ കുറിച്ചാണ് ഈ പാഠം മെയിനായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യം പറഞ്ഞ കാര്യം പ്രിൻസിപ്പും അതുപോലെ പേദേശിയുമാണ്. ഇന്ത്യയിൽ ആദ്യകാലത്തെ ലിപി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ ഖരോഷ്ടിയും ബ്രഹ്മിയായിരുന്നു. ഈ ലിപി ആദ്യമായി വായിച്ച് മനസ്സിലാക്കിയത് ആരായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് പ്രിൻസിപ്പ് ആയിരുന്നു. അപ്പോൾ അതിൽ കൂടുതലായും പറയപ്പെടുന്നത് പ്രിയദർശി എന്നറിയപ്പെടുന്ന റൂളറിനെ കുറിച്ചാണ്. പല ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് പരിശോധിച്ചപ്പോഴും അത് ആരെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു? അശോകനാണ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞത് 6th century BC മാറ്റങ്ങളാണ്. ആ കാലഘട്ടത്തിൽ എന്താ മാറ്റം ഉണ്ടായി? പുതിയ പുതിയ ടൗൺസ് എന്ത് ചെയ്യുകയുണ്ടായി? എമർജ് ചെയ്യുകയുണ്ടായി. അയൺസ് അല്ല ഇരുമ്പ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുകയുണ്ടായി. പിന്നെ കോയിനേജ് ആരംഭിച്ചു, പുതിയ തോട്ട് ആരംഭിച്ചു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ BC 6ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുകയും ചെയ്തു.
പിന്നെ പഠിച്ച നമ്മൾ ജനപദങ്ങളെക്കുറിച്ചാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ജനപദങ്ങൾ. ആ ജനപദങ്ങളിൽ 16 എന്തായി മാറി? മഹാജനപദങ്ങളായി മാറി. മഹാജനപദങ്ങളിൽ 2 രീതിയിലുള്ള ഭരണമാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? മൊണാർക്കി ഉണ്ടായിരുന്നു, ഗണസംഘാസം ഉണ്ടായിരുന്നു. പിന്നെ അവർ എന്ത് ചെയ്യുകയുണ്ടായി? വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ആർമി, അവർക്ക് ഒരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നു. അതുപോലെ ബ്യൂറോക്രേറ്റ്സിനെ അവർ എന്ത് ചെയ്യുകയുണ്ടായി? നിലനിർത്തുകയും ചെയ്തു. ഈ 16 ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തുവാൻ ആർക്ക് സാധിച്ചു? മഗധയ്ക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത് പഠിച്ചത് എന്തുകൊണ്ടാണ് ഏറ്റവും ടോപ്പിലേക്ക് എത്തുവാൻ മഗധയ്ക്കെന്ന സാധിച്ചത്? കാരണം അങ്ങനെയുള്ള ഒരുപാട് ഫെർട്ടൈൽ സോയിൽ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതുപോലെ അവർക്ക് അയൺ മൈൻസ്, ഇരുമ്പ് ഖനികളുണ്ടായിരുന്നു. സൈന്യത്തിൻ്റെ മുൻപന്തിയിലേക്ക് ആനകളെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു. പിന്നെ ഗംഗയും ട്രിബ്യൂട്ടീസിലൂടെ കമ്മ്യൂണിക്കേഷൻ നിയന്ത്രിക്കാൻ സാധിച്ചു. പിന്നെ അവിടുത്തെ റൂളേഴ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു. ക്യാപിറ്റൽ സിറ്റീസ് പാടലിപുത്രവും രാജഗൃഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവരെ പരാജയപ്പെടുത്തി ഏറ്റവും ടോപ്പിലേക്ക് എത്തുവാൻ മഗധയ്ക്ക് സാധിക്കുകയും ചെയ്തത്. പിന്നെ നമ്മൾ നേരെ പോയത് മൗര്യൻ എംപയറിലേക്കാണ് പോയത്. മൗര്യൻ എംപയർ ആരംഭിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. നമുക്ക് മൗര്യൻ എംപയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 സോഴ്സസ്, ഒന്ന് ലിറ്റററിയും മറ്റത് ആർക്കോളജിക്കലുമാണ്. ലിറ്റററി ഏതൊക്കെയാണ്? മെഗസ്തനീസിൻ്റെ ഇന്ത്യക്ക ഉണ്ടായിരുന്നു. പിന്നെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം ഉണ്ടായിരുന്നു. വിഷാദത്തിൻ്റെ മുദ്രരാക്ഷസം ഉണ്ടായിരുന്നു. ഇതിന് പുറമെ ജൈന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളും ഒരുപാട് സഹായിക്കുകയും ചെയ്തു. ആർക്കോളജിക്കലാണെങ്കിലോ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു, സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു, കോയിൻസ് ഉണ്ടാകുകയും ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് അശോകനിലേക്കാണ് പോയത്. അശോകൻ ധമ്മ പോളിസി എന്താണെന്ന് പറഞ്ഞു. 263 കലിംഗ യുദ്ധം അവസാനിച്ചു. അശോകൻ എന്ത് ചെയ്യുകയുണ്ടായി? ബുദ്ധിസം സ്വീകരിച്ചു. അത് റിലീജിയസ് ഫെയ്ത്ത് അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടിയല്ല, മറിച്ച് വേ ഓഫ് ലൈഫിന് വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു പോളിസി കൊണ്ടുവന്നത്. എൻ്റെ രാജ്യത്ത് യൂണിറ്റിയും ഹാർമണി, സന്തോഷവും സമാധാനവും ഐക്യം വളർത്തുന്നതിന് വേണ്ടിയാണ് ഈ പോളിസി അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തത്. പിന്നെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു നമ്മൾ. പിന്നെ ലാസ്റ്റ് അത് രാജ്യത്തിനകത്തും പുറത്തും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ധർമ്മ മഹാമാത്രമാർ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ലാസ്റ്റ് നമ്മൾ ഒരു എസ്സേക്കുള്ള പോർഷനാണ് തുടങ്ങി വെച്ചത്. മൗര്യൻ എംപയർ നമ്മൾ പഠിച്ചു വെച്ചത്. അതിൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യൻ എംപയർ ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എംപയർ ആയിരുന്നു മൗര്യൻ എംപയർ. ഈ ഭരണത്തിൻ്റെ എല്ലാം ടോപ്പിൽ കിങ് അല്ലെങ്കിൽ എംപയർ ആയിരുന്നു. എംപയറിന് ഭരണകാര്യങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പുറമെ മറ്റ് ബ്യൂറോക്രാറ്റ്സുകൾ, ഒരു ശക്തമായ ബ്യൂറോക്രാറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ വെൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു എസ്പിനേജ് സിസ്റ്റവും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ പരമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 5 സിറ്റീസ് ഉണ്ടായിരുന്നു. പാടലിപുത്ര, തോഷാലി, സുവർണഗിരി, തക്ഷശില, ഉജ്ജയിനി പോലെ പ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു എംപയർ ആയിരുന്നു ഏത്? മൗര്യൻ എംപയർ. ഓക്കെ, ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.